അല്ല, ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, 2 മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്സിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. അല്ല, അവരാണ് പരാതിപ്പെട്ടത് എന്നാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നത്. എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല. ഇവർ പരാതിപ്പെട്ടു എന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട 2 പേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത് 2 പേരെ ആക്കണമെന്ന് പറയും. ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് അവരുടെ 2 പേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വിവാദമായ 2 പേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങളവരെ പരിശോധിച്ചത്. ലിസ്റ്റിൽ തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. 2 പേരും മെമ്പർമാരാണ്. 2 പേരും വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അത് AGയോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഗവൺമെൻറ് പ്ലീഡർമാർ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിൻ്റെ അടിയിൽ ഒപ്പിടാനല്ലല്ലോ നമ്മളിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. അപ്പോൾ അവരൊക്കെ നിർദ്ദേശിക്കുന്ന ആളുകളൊക്കെ തന്നെ വരും. ഈ 2 പേരും ഈ വിവാദത്തിൽപ്പെട്ട 2 പേരും. അപ്പോൾ ഈ വിവാദം ഒരാഴ്ചയായിട്ട് ഞാനും ആസ്വദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഈ ബുധനാഴ്ച വരെ ഞാനും ആസ്വദിക്കുകയാണ്. ഈ 2 പേര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും 2 പേര് ഈ 2 പേരുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. 2 പേരും. അതല്ലല്ലോ, അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. CPMൽ നിന്ന് വന്ന 5 പേര് സ്ഥാനാർത്ഥികളായിരുന്നു അസംബ്ലിയിൽ. BJPയിൽ നിന്ന് വന്ന ഒരാൾ. അതൊന്നും എനിക്കറിയില്ല. എന്നോടെന്തായാലും പറഞ്ഞിട്ടില്ല. എന്നോടൊരു പരാതിയും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്തൊരു പരാതിയും വന്നിട്ടില്ല. അത് സംബന്ധിച്ചൊരു പരാതിയും വന്നിട്ടില്ല. പരാതി നിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കണം എന്താണ് പരാതി. എൻ്റെ മുമ്പിൽ ആ പരാതി വന്നിട്ടില്ല. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെൻറ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെൻറ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്കെന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അവർക്കൊന്നും ഒരു കാര്യമില്ല. അതൊന്നും നിങ്ങളാണിത് ഊതി വീർപ്പിക്കുന്നത്. ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വിവാദം തീർന്നല്ലോ ഇതോടുകൂടി. നാളെ മുതൽ ഇല്ലല്ലോ ഇത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, വേറെ എന്തെങ്കിലും ചോദിക്കും. എന്താ ഇപ്പോൾ കുഴപ്പം? എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം അവർക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ ഫിനാൻസ് നോക്കുന്ന എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്തായാലും ഒരു ഇംപ്രോപ്പറേറ്റി ഇല്ല. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഔട്ട്സൈഡ് സംഭവമാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് സംവിധാനം ഫിനാൻസിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരുപാട് ഡേറ്റാസ് കൊടുക്കേണ്ടി വരും. ആ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയുടെ പുറത്ത് നിന്ന്, കമ്മിറ്റിയിൽ അംഗമല്ല, കമ്മിറ്റിയുടെ പുറത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ഏത് കമ്മിറ്റി നമ്മൾ വന്നാൽ ഇത് കാരണം ഒരുപാട് ഡേറ്റാസ് ഉള്ള കമ്മിറ്റിയാണ്. ആ ഡേറ്റാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ഔട്ട്സൈഡ് വെക്കേണ്ടി വരും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം പ്രോപ്പറാണ്.